കള്ളച്ചോ എംബോക്കികൾ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങള് ആധികാരിക ചരിത്ര രേഖകളാക്കി മാറ്റിമറിച്ച് സർക്കാരിന്റെ ചെലവിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് കടുത്ത മുസ്ലിം വിരോധം, കടുത്ത വർഗീയത, കടുത്ത വംശീയത, സവർണ തമ്പ്രാക്കന്മാരുടെ അരമനകളിലെ ആട്ടിൻകൂട്ടങ്ങളെ പോലെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ചരിത്രത്തെ വിഭജിക്കാനുള്ള സംഘപരിവാറിന്റെ ഗൂഢമായ പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ആ പദ്ധതിയിൽ അറിഞ്ഞോ അറിയാതെയോ പിണറായി ഗവൺമെന്റ് ഒപ്പിട്ടപ്പം മുതൽ ഈ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാര് പറഞ്ഞു, മുസ്ലിം സംഘടനകൾ പറഞ്ഞു, ഇപ്പൊ PDPയുടെ മാത്രം വികാരമൊന്നുമല്ല. ഞങ്ങൾ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ സയ്യിദ് ശ്രീ മുത്തുക്കോയ തങ്ങള് PM ശ്രീക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് PDPയുടെ സമരാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണടച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്ന ഒരു കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. ആ കുത്തൊഴുക്കിൽ 102 സീറ്റൊന്നും ഒരു ചുക്കുമായിരിക്കില്ലടോ, അതൊക്കെ തകർന്നു പോകുന്ന കാലം വരും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, സംഘപരിവാറിന്റെ കാൽക്കീഴിൽ ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ വിമോചന പോരാളികളുടെ ചരിത്രം കൊണ്ടുപോയി അവരുടെ കാൽക്കീഴിൽ പണയം വെക്കാനാണ് ബഹുമാന്യനായ VD സതീശൻ ശ്രമിക്കുന്നതെങ്കിൽ വിഷമമുണ്ട്. ഞാനൊക്കെ ഞങ്ങളുടെ യൂണിഫോമിൽ നിന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ ഞാൻ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പല നേതാക്കളെയും ആദരിക്കുന്ന ആളാണ്. സയ്യിദന്മാരോട് തങ്ങന്മാരോട് ആദരവുള്ള ആളാണ്. ആദരവൊക്കെ പ്രവാചകൻ പറഞ്ഞതിന്റെ പേരില്ല. പ്രവാചകൻ പറഞ്ഞ പാരമ്പര്യത്തിന്റെ പാതയിൽ നിന്ന് ഏത് സയ്യിദ് മാറിപ്പോയാലും നിക്കടോ അവിടെ എന്ന് പറയാൻ കൽപ്പുള്ള ആർജവമുള്ള പണ്ഡിതന്മാരിവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സയ്യിദന്മാരോട് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി ഇവിടെ ആരൊക്കെ പരാമർശിച്ചു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തിയാല് PM ശ്രീ പദ്ധതി അറബിക്കടലിലേക്ക് വലിച്ചെറിയും. അറബിക്കടൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇത്തരം ആളുകൾ പറയുമ്പോ കൈയടിക്കാൻ നിൽക്കുന്ന എംബോക്കികളുടെ കാര്യമാണ് കഷ്ടം. എന്തിനാണ്? എനിക്ക് തോന്നുമ്പോൾ ഞാനങ്ങ് കൈയടിച്ചു കളയും, കൈയടിപ്പിക്കും. ഞാൻ പറയുന്നത്, അറബിക്കടലിൽ എറിഞ്ഞില്ലെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ആലോചിച്ച് പിൻവാങ്ങിയിരിക്കണം. അല്ല എങ്കിൽ ജനാധിപത്യ കേരളം അതിന്റെ കരുത്ത് പുറത്തേക്കെടുത്ത് നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഈ സമയത്ത് പറയുന്നത്. മദ്യനയത്തിന്റെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രാതിനിധ്യം കൊണ്ടുള്ള ഭരണകൂടത്തിന് മദ്യനയത്തിന്റെ വിഷയത്തിൽ വളരെ വീര്യം കുറഞ്ഞ മദ്യമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ചെറ്റത്തരങ്ങൾക്കൊക്കെ ലൈസൻസ് എടുക്കാനാണ് ഭാവമെങ്കില് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ മദ്യത്തിനെതിരെ പറഞ്ഞത് അതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ നമ്മൾ പറയില്ല. VM സുധീരൻ എന്ന, ഞാൻ VM സുധീരനായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ അദ്ദേഹത്തിനെതിരെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ KPCCക്കകത്ത് പ്രശ്നമുണ്ടായപ്പോൾ KPCCയുടെ ഉപസമിതിയുടെ മുമ്പാകെ ഹാജരായിട്ട് PM സുധീരന്റെ നയമാണ് കേരളത്തിന് നല്ലത് എന്ന് പറയാൻ ഇവരോട് വാദിച്ചയാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, PM സുധീരൻ പറയുന്നത് മദ്യനയത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇത്തരം ഒരുപാട് ദൂഷ്യം നിറഞ്ഞ, ജനങ്ങളെ വളരെ മോശമാക്കുന്ന, ജനങ്ങളുടെ ചിന്താശക്തിയെ, കാരണം കുറെ മദ്യപാനികളൊക്കെ ഉണ്ടായി, ബോധമില്ലാത്ത ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ സംഘപരിവാറിന്റെ ചരിത്രം അവിടെ തലയിലേക്ക് കയറൂ.